സിദ്ധു അല്ലേ? സിദ്ധാർത്ഥ്. അതെ. എന്നെ മനസ്സിലായോ? പാറുവിന്റെ ടീച്ചറല്ലേ? അയ്യോ അതല്ല. അയ്യോ അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്നോ? പ്ലസ് ടുവിന്. പ്ലസ് ടുവിന് അനാർക്കലി. ആ അനാർക്കലി. അതെ. ആ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഓ ഇപ്പോഴാളെ കിട്ടിയത്. കേട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സിദ്ധുവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? അനാർക്കലി ഇത് എന്റെ വൈഫ് ലച്ചു. ഇത് വൈഫിന്റെ ബ്രദർ ആണ്. വൈഫിന്റെ അനിയത്തിയാണ് ഇത്. ഇത് വൈഫിന്റെ ആന്റിയാണ്, കനക ആന്റി. വൈഫിന്റെ അമ്മമ്മ, വൈഫിന്റെ അനിയത്തി. ഒരു കുടുംബമാണ്. എനിക്ക് പെട്ടെന്ന് കത്തിയില്ലെന്നേ. വർഷം കുറെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിലും സിദ്ധുവിനെ എന്നെ ഓർക്കാൻ ചാൻസ് കുറവാ. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ടീച്ചർ ഇൻട്രോവേർട്ട് ആണല്ലേ. ചെറുതായിട്ട്. സിദ്ധുവിനെ പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. കൊറേ പേരുടെ ക്രഷ് ആയിരുന്നേ അന്നത്തെ കാലത്ത്. ടീച്ചറിന്റെയും അതൊക്കെ പഴയ കാര്യം. അല്ല സിദ്ധു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ദുബായിലാ വർക്ക് ചെയ്യുന്നേ. ഇപ്പം ലീവിന് വന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പാർവതിയുടെ ടീച്ചറാണ്. അല്ല അതിപ്പോ താൽക്കാലികമാണ്. ഞാനൊരു 3 months കഴിഞ്ഞാൽ UK പോകാനുള്ള പ്ലാൻ ആണ്. ഓ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പോയിട്ട് ഹയർ സ്റ്റഡീസ്. ഇനിയും പഠിക്കാൻ പോവാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ശരി എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ ടീച്ചർ മോളെ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ ഇന്ന് സമയമില്ല, പിന്നെ ഒരു പ്രാവശ്യം ആവാം. അനാർക്കലി വാ, ഒരു ചായ അല്ലേ? ഇല്ല സിദ്ധു, നെക്സ്റ്റ് ടൈം ആവട്ടെ. എന്നാ ബാഗ്. അപ്പൊ ശരി കേട്ടോ. പാർവതി പോട്ടെ. ഗുഡ് ഗേൾ ആയിട്ട് സ്കൂളിൽ വന്നോട്ടോ. ബൈ ബൈ. ശരി. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോകുന്നു. എന്റെ സമയം പോവണ്ടായിരുന്നു. സമയം പോണല്ലോ. യേശുവേ, അളയുന്ന മുഖത്തെ പെട്ടെന്നൊരു പ്രസരിപ്പ് സന്തോഷമൊക്കെ ഉണ്ടല്ലേ? പിന്നെ പ്രസരിപ്പ് കാണാതിരിക്കൂ. പണ്ടത്തെ കൃഷിനെ കണ്ടതല്ലേ? എടാ അളിയന്റെ ക്രഷല്ലല്ലോ, ആ ടീച്ചർ കളിയനോടായിരുന്നില്ലേ ക്രഷ്? ശരിയാ ശരിയാ ശരിയാ. അളിയന്റെ കാര്യമില്ലേ, പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞാടി പിന്നെ പിന്നെ വെള്ളം കുടിക്കാൻ. അളിയന്റെ ഒരു കാര്യമേ.